10 മിനിറ്റ് സമയമാണ്. ആ സമയത്തിന് ശേഷം വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഈ കാണുന്ന ഈ വഴിയിലൂടെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം അലങ്കരിച്ച വാഹനത്തിൽ വിലാപയാത്ര ആരംഭിക്കുകയാണ്. നഗരത്തിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് പട്ടമാണ്. അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരിടത്തും പേടകം ഇറക്കില്ല, മറിച്ച് വാഹനം അല്പസമയം നിർത്തുക മാത്രമേ ഉള്ളൂ. അവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഇതിൽ കാണേണ്ട കാര്യം. വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വി എസ് ഏറെക്കാലം കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനെ നയിച്ച ആളാണ്. 5 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് മടങ്ങുകയാണ്. ഏറെ വൈകാരികമായിട്ടാണ് സെക്രട്ടേറിയറ്റും വി എസിന് യാത്രാമൊഴി നൽകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും. പൊതുദർശനം അവസാനിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അകത്തുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളും കുടുംബാംഗങ്ങളും ഈ ദർബാർ ഹാളിന് അകത്ത് ഉണ്ട്. ഇനി പുതുതായി ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. വിലാപയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം വിലാപയാത്ര ഇവിടെ നിന്ന് തുടങ്ങും. ഈ ഗേറ്റ് വഴിയാണ്, ഈ വാതിൽ വഴിയാണ് പുറത്തേക്ക് വരിക. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിൻ്റെ ക്രമീകരണങ്ങളുടെ ദൃശ്യങ്ങൾ കാണാമല്ലോ. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. വി എസിൻ്റെ വിലാപയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. കൃത്യം 2 മണിക്ക് തന്നെ വിലാപയാത്ര തുടങ്ങുമെന്നാണ് CPIM അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ദർബാർ ഹാളിനകത്തുണ്ട്. സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. DS അനന്തപുരിയോട്, തിരുവനന്തപുരത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് നിരവധി പോയിന്റുകൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പട്ടവും കേശവദാസപുരവും അടക്കം നിരവധി പോയിന്റുകളിൽ അല്പസമയം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അതിനുശേഷം DS തിരുവനന്തപുരം നഗരപരിധി വിട്ട് മടങ്ങുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന്, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഔപചാരികമായ യാത്രയപ്പ് VS അച്യുതാനന്ദന്. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വിലാപയാത്ര ആരംഭിക്കാൻ പോകുന്നു. റീത്തുകൾ ഓരോന്നായി മാറ്റുകയാണ്. മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സമയം 1:54. ഇനി മിനിറ്റുകൾ മാത്രമാണ്. VS അച്യുതാനന്ദൻ തിരുവനന്തപുരം എന്ന അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ അവശേഷിക്കുന്നത്. തുടർന്ന് യാത്ര ആരംഭിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക്, ആലപ്പുഴയിലെ പുന്നപ്രയിലെ വസതിയിലേക്ക്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ കുറച്ച് മുൻപ് അനൗൺസ് ചെയ്തിരുന്നു കാണാൻ ബാക്കിയുള്ളവർ വേഗത്തിൽ എത്തുക എന്ന്. അങ്ങനെ ആളുകൾ വേഗത്തിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ വിലാപയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ KSRTCയുടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ബസ്സിലേക്ക് കയറ്റും. തുടർന്ന് യാത്ര ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ജില്ലയിലും കൃത്യമായി സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഈ വാഹനം അല്പം സ്ലോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കുറച്ച് സമയം, മിനിറ്റുകൾ മാത്രം നിർത്തിയിട്ടുകൊണ്ട് ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒന്നുകൂടി പറയാം. തിരുവനന്തപുരത്തുകൂടി വിലാപയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയാണ്: പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പൊങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വിട്രോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, മൂന്നുമുക്ക്, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലങ്കോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ടുകോണം. തുടർന്ന് കൊല്ലം ജില്ലയിലേക്ക് പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി. തുടർന്ന് ആലപ്പുഴയിലേക്ക് ഓച്ചിറ, KPSC ജംഗ്ഷൻ, കായംകുളം KSRTC, കരിയിലക്കുളങ്ങര, നെങ്ങിയാർകുളങ്ങര, ഹരിപ്പാട് KSRTC, ഠാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ടൗൺ, വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നിങ്ങനെയാണ് വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിന് തന്നെ ദർബാർ ഹാളിൽ നിന്ന് ബസ്സിലേക്ക് കയറ്റും. അതിനുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഇപ്പോൾ ക്രമീകരിക്കുന്നത്. പോലീസിൻ്റെ പ്രത്യേക ആദരവോടുകൂടി പോലീസിൻ്റെ യാത്രയപ്പ് നൽകുന്ന അതിനുള്ള പ്രത്യേക സംഘം അവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി P. രാജീവ് അടക്കമുള്ളവർ ഉണ്ട്. പ്രകാശ് കാരാട്ട് തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ ദർബാർ ഹാളിനുള്ളിലുണ്ട്. ഇപ്പോഴും മുദ്രാവാക്യം വിളികൾ നിലയ്ക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് എടുക്കുമ്പോൾ വലിയ തോതിൽ പ്രവർത്തകർ വികാരഭിന്നരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അവസാനമായി VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപക്ഷെ പ്രവർത്തകർ വൈകാരികമായ തലത്തിൽ തന്നെയാണ് മുദ്രാവാക്യം വിളികളുമായി അവിടെ നിൽക്കുന്നത്.